ഇന്ന് പുരുഷന്മാരും തെറ്റ് ചെയ്യുന്നുണ്ട്, സ്ത്രീകളും തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പുരുഷന്മാര് ചെയ്യുന്ന ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടും. നാട്ടിൽ ഇറങ്ങി നടക്കാൻ പോലും ഭയങ്കര പ്രശ്നമാണ്. ഇത് സ്ത്രീകളാണ് അങ്ങനെയൊക്കെ ചെയ്തത്. എല്ലാവരും പറ്റിയല്ല ഞാൻ പറയുന്നത്, കുറച്ച് പേരെ പറ്റുക. പറയുമ്പോൾ ഇവർക്ക് ഒരു പ്രത്യേക പരിഗണന പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒരു പരിഗണന കിട്ടും, നാട്ടിലൊരു പരിഗണന കിട്ടും. ഇത് മൊത്തം അങ്ങനെ ഉണ്ടെന്ന് മറികൂട്ടമ്മയ്ക്ക് തോന്നിയിട്ടുണ്ട്. നല്ലോണം എനിക്കറിയാം. ആ സമയം കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഈ പോലീസുകാർക്ക് ചൊപ്പരി പെണ്ണുങ്ങളുണ്ട്, കമ്പനി, അവരവിടെ പോകും. ആ പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും, എത്ര ആണുങ്ങളെ ഇടിക്കാൻ പറഞ്ഞാലും ഇടിക്കും. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പലയിടത്തും പോലീസുകാരെ കണ്ടിട്ടുണ്ട്, വീടുകളിൽ കൂടെ. ആ പെണ്ണുങ്ങളുടെ പേരിൽ പരാതി കൊടുത്താൽ വില പോകുമോ? പോകുമോ? അവിടെ ആ പോലീസ് ഒരാൾ മതി മറ്റോ പോലീസിനെ സേന അവരെ കസ്റ്റഡി എടുക്കാൻ. അവളോ അവനോ അവൻ്റെ തൊഴിൽ ഇതാ. ആ പെണ്ണുമ്പിള ഡീസാ നേരത്തെ തുടങ്ങി അറിയും. അയാൾ പോയ കാര്യം പറയുമോ? ആ പോലീസ് ആയിട്ട് കമ്പനി ഉണ്ടെന്ന് പറയുമോ? പറയല്ലോ. അവിടെ ഉള്ളിടത്തോളം പോലീസുകാരെ പറഞ്ഞു തരും ആ തള്ള പെരയാണ്. അപ്പോൾ ഇയാളവിടെ പോകുന്ന കാര്യം പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. സാറേ ഞാൻ എല്ലാം വെളിപ്പെടുത്തണ്ട സാർ, പല കാര്യം പറഞ്ഞാൽ എനിക്കറിയാം. സാല് വന്ന് കാരണം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണിയെന്ന് ചോദിച്ചു. കേസ് കൊടുക്കൽ. അപ്പോൾ സാറേ ഒരാൾക്ക് എത്ര കേസ് കൊടുക്കാം, തികഞ്ഞെങ്കിൽ ഞാനും പൊക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ പറയാം അത്തരം വർത്താനം പറയരുത്. എന്നാൽ സാറ് ആ വീട്ടിൽ കയറിയ കാര്യം ഞാൻ പറയുന്നു പറഞ്ഞു. വേണ്ടാത്തോടത്ത് കേട്ടോ, നിരപരാധിനെ കുരിശേക്കാരനാ, അത് നടക്കില്ലെന്ന്. ഈ അടിമേൽ പറഞ്ഞ കാര്യമാണ്. എത്ര കേസ് കൊടുക്കുക? ഞാൻ എന്നെ കാണുമ്പോൾ കേസിന് വന്നാണ്. അതെ, നീ എത്ര എൻ്റെ കേസ് തികഞ്ഞെങ്കിൽ പറ, ഇനി ഒരാൾക്ക് എത്ര കൊടുക്കാം, എനിക്ക് തികഞ്ഞ് ഞാൻ പൊക്കളാമെന്ന് പറയും. അന്നേരം പറഞ്ഞു എന്നോട് പോയി പണി നോക്കാൻ തോന്നി. ഞാൻ പണി നോക്കാനല്ല ഇങ്ങോട്ട് വന്നത്, സാറ് പോയി പണി നോക്കാൻ പറഞ്ഞു. അങ്ങനെ അതാണ്. അങ്ങനെയാകുമ്പോൾ മനുഷ്യന് നീതി കിട്ടണമെങ്കിൽ ഞാൻ ചോദിക്കണേ, നീതി കിട്ടുമോ? പെണ്ണുങ്ങൾക്ക് മുൻഗണന വെറുതെ ഒന്നുമല്ല. ഓരോരുത്തരുടെ കുറ്റം പറയുമ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ സാറിങ്ങനെയൊക്കെ പറയണ്ട, സാറ് കൈക്കൂലി മേടിച്ചിട്ടുണ്ട്. സാറ് ആ കോട്ടയിൽ പോയപ്പോൾ ആ വണ്ടി പറഞ്ഞു ഇനി ആരോടെ മേടിക്കണേന്ന് ചോദിച്ചു. അനിയത്തിയുടെ കൊച്ചുമായിട്ട് ഓട്ടം പറഞ്ഞു. ആശുപത്രി കരഞ്ഞുകൊണ്ട് അയ്യോ എൻ്റെ കൊച്ചിന് ചത്തേന്നും പറഞ്ഞാൽ ഡോക്ടർ കൊണ്ടുതന്നെ. ഈ ഒരു 5 രൂപയ്ക്ക് വരാൻ പറയണ ഡോക്ടറാ കൈക്കൂലി ഓടിക്കും. അപ്പോൾ ഈ അനിയത്തിയുടെ കൊച്ചും എൻ്റെ കൈ ഓടിച്ചു. ആരോടെ മേടിക്കണേന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഡോക്ടർമാർക്ക് ചെയ്യാൻ കൊള്ളാവും. പിന്നെ ഇങ്ങനെ പാവങ്ങൾ ചെയ്യും. ഇങ്ങനെയാണ് ലോകം നടക്കണേ. ഇന്ന് നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? കണ്ടു പറയുന്നവർക്ക് ഈ ലോകത്തിൽ സീറ്റില്ല. പിന്നെ സീറ്റില്ല, വേണ്ട. ദൈവം ഉണ്ടല്ലോ, ദൈവം മതി. ഞാനങ്ങനെയാണ് വിചാരിക്കുക. എനിക്ക് ദൈവം നല്ല വഴി എനിക്ക് ഒരുക്കി തന്നെ, നല്ല വഴി ഒരുക്കി തന്നിട്ട്. ഞാനിങ്ങനെയുള്ള വൃത്തികെട്ടതിനൊന്നും ഞാൻ ഉപദേശിമാരോടും പറഞ്ഞേ ഇത് തന്നെ. പള്ളിയിലെ അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കുക. കാണപ്പെട്ട ദൈവം അപ്പനും അമ്മയും അല്ലേ, കാണാത്ത ദൈവത്തെ സ്നേഹിക്കില്ല എന്ന് ബൈബിളിൽ കൊടുത്തതാണ്. അത് ഞാൻ പഠിച്ച കണക്ക് അങ്ങനെയാണ്. അപ്പം നമ്മുടെ അപ്പനും അമ്മയ്ക്കും ബഹുമാനം കൊടുക്കണം. കാണപ്പെട്ട ദൈവം നമ്മുടെ അപ്പനും അമ്മയാണ്. പിന്നെ അവരും നമ്മളും അങ്ങനെ ആയിരിക്കണം, വേണ്ടേ? അല്ല മക്കളുണ്ടായി അപ്പം തിരിഞ്ഞു നോക്കാതെ കണ്ണങ്ങളിൽ കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് അപ്പനാവൂല, ആവോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.